രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഭീഷ്മാഷ്ടമിയാണ്. അതായത് ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ലയിച്ച ദിവസം. കുരുക്ഷേത്ര യുദ്ധം നടന്ന് 10-ാം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ നെയ്ത അമ്പുകളേറ്റ് ആ ശരശയ്യയിൽ ഉത്തരായന കലംബരം വരെയും കാത്തിരുന്ന ആ ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ലയിച്ചതും ശരിക്കും നമ്മളിന്ന് ചൊല്ലുന്ന വിഷ്ണു സഹസ്രനാമം ഈ ഭീഷ്മ പിതാമഹനിലൂടെയാണ് ഈ ഭൂലോകത്ത് എല്ലാവരിലേക്കും എത്തിച്ചേർന്നത്. ആ ഭഗവാന്റെ കാരുണ്യമായിരുന്നു. ശരിക്കും ഭീഷ്മരാരാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അഷ്ടവസുക്കളിലുള്ള ദ്യോവാണ് ഭീഷ്മർ അഥവാ ദേവവ്രതൻ. ശരിക്കും ഗംഗാദേവിയുടെയും ശാന്തനുവിൻ്റെയും പുത്രനാണ് ദേവവ്രതൻ ജനിക്കുന്നത്. അഷ്ടവസുക്കൾ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ചെന്ന് അവിടെയുള്ള നന്ദിനി പശുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദ്യോവ് ശ്രമിക്കുകയും അഷ്ടവസുക്കൾക്ക് ഇങ്ങനെ ശാപം നിമിത്തം ഭൂമിയിലേക്ക് ജനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഗംഗാപുത്രനായിട്ട് ഭൂമിയിൽ ജനിച്ചു. അപ്പം ശാന്തനുവിന് ഗംഗയിൽ അനുരുക്തനാവുകയും അങ്ങനെ അവർക്ക് 8 പുത്രന്മാരുണ്ടായി. അപ്പം ഗംഗാദേവി ശാന്തനുവിനോട് പറയുന്നുണ്ട്, അങ്ങ് എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സം പറയുകയാണെങ്കിൽ അന്ന് ഞാൻ അങ്ങയിൽ നിന്ന് വേർപെട്ടു പോകും, അല്ലെങ്കിൽ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ ഗംഗാദേവി അത് നദിയിലേക്ക് എറിഞ്ഞു കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ഇങ്ങനെ ഓരോ കുട്ടികളെയും ഇങ്ങനെ കൊല്ലുന്നത് കണ്ട് മനസ്സമടുത്ത അവസാനത്തെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന 8ാമത്തെ പുത്രനെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ശാന്തനു പറയും, ഈ കുഞ്ഞിനെയെങ്കിലും വളർത്താൻ നമുക്ക് ഇതിനെ കൊല്ലരുതെന്ന്. അപ്പം ഗംഗാദേവി പറയും, അങ്ങ് എൻ്റെ വാക്ക് തെറ്റിച്ചു, അങ്ങയുടെ വാക്ക് തെറ്റിച്ചു, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ശാന്തനു പറയും, ഈ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ സാധിക്കില്ല. ഒരു കുഞ്ഞിനെ വളർത്തുക എങ്ങനെയാണ് ഒരച്ഛന് സാധിക്കുക? അതുകൊണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ടുപോകണം. ഇവൻ ഒരു യൗവനയുക്തനാവുമ്പോൾ നീ എനിക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു തരണം. അങ്ങനെ ഗംഗാദേവി 16 വയസ്സ് വരെ കുഞ്ഞിനെ വളർത്തുകയും ആയോധനകലയിൽ പരശുരാമനും ബാക്കിയുള്ളതൊക്കെ ബൃഹസ്പതിയും ഒക്കെ പഠിപ്പിച്ച് വളരെ അഗ്രഗണ്യനായ ഒരു പുത്രനാക്കി മാറ്റി ശാന്തനുവിന് തിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ദേവവ്രതൻ ശാന്തനുവിൻ്റെ അടുത്തെത്തി. അപ്പം ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ശാന്തനുവിന് സത്യവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ അനുരുക്തനായി, ഒരു ബുക്ക് സ്ത്രീയിൽ അനുരുക്തനായി. അപ്പോൾ സത്യവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സത്യവതിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ മകളുടെ പരമ്പരയിൽപ്പെട്ട, അതായത് മകൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് ആ രാജ്യം ഭരിക്കേണ്ടത് എന്ന് പറയും. അതുമാത്രമല്ല, ദേവവ്രതൻ കല്യാണം കഴിക്കാനും പാടില്ല. അഥവാ ഇനി ദേവവ്രതൻ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ രാജ്യഭാരം ചോദിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് അങ്ങനെ ഒരു നിബന്ധന വെച്ചു. അപ്പം ശാന്തനുവിന് ഇത് കേട്ടപ്പോൾ വലിയ സങ്കടമായി. അങ്ങനെ ശാന്തനു സങ്കടത്തോടുകൂടി ഇരിക്കുന്ന കണ്ടപ്പോൾ ദേവവ്രതൻ അച്ഛനോട് കാര്യമൊക്കെ ചോദിച്ചു. അപ്പം ദേവവ്രതൻ പറയും, അതിനെന്താ, അച്ഛൻ കല്യാണം കഴിച്ചോളൂ, ഞാൻ ബ്രഹ്മചാരിയായിട്ട് ഇനിയുള്ള കാലം തുടർന്നു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് ആ സത്യവതി കല്യാണം കഴിപ്പിക്കും. അങ്ങനെ അവർക്കുണ്ടായ പുത്രനാണ് വിചിത്രവീര്യനും. വിചിത്രവീര്യൻ്റെ മക്കളിൽ നിന്നാണ് ആ കുരുവംശം, അതായത് പാണ്ഡവരും കൗരവരും ഉണ്ടാവുന്നത്. അപ്പം ഈ വിചിത്രവീര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേടിത്തൊണ്ടനായ ഒരു രാജാവായിരുന്നു. അപ്പോൾ വിചിത്രവീര്യന് കല്യാണപ്രായമൊക്കെ സമയത്ത് അംബിക, അംബാലിക എന്ന് പറഞ്ഞുള്ള 3 രാജകുമാരിമാരുടെ വിവാഹം നടക്കുകയായിരുന്നു. അപ്പം ഇവരെ പോയി ഈ രാജകുമാരിമാരെ വേൾക്കാൻ പറ്റിയ ഒരു ധൈര്യമോ ഒന്നും തന്നെ വിചിത്രവീര്യൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ 3 രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവരാൻ സത്യവതി ആവശ്യപ്പെടുകയും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ദേവവ്രതൻ പോവുകയും ഈ ഭീഷ്മ പിതാമഹനായ ദേവവ്രതൻ പോവുകയും ഈ രാജകുമാരെ തട്ടിക്കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഇതിൽ അംബികയ്ക്കും അംബാലികയ്ക്കും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അംബയ്ക്ക് ഒരു സ്നേഹബന്ധം ഉണ്ടാവുകയും തനിക്ക് ഒരിക്കലും വിചിത്രവീര്യനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ദേവവ്രതൻ തിരിച്ചു കൊണ്ടുപോയി ആക്കി. പക്ഷേ ആ അംബയെ സ്വീകരിക്കാൻ ആ രാജകുമാരൻ തയ്യാറാവാതെ വരികയും അംബ ഒരു ചിതിയൊരുക്കി അതിലേക്ക് ജീവത്യാഗം ചെയ്യുകയും ചെയ്തു. ആ അംബയാണ് ശിഖണ്ഡിയായി ജനിച്ചത്. അതായത് ശിഖണ്ഡിനി
ശരിക്കും ദ്രൗപദിയുടെ സഹോദരനായി, അതായത് സഹോദരിയായിട്ട് ജനിച്ച ആ ശിഖണ്ഡിയെ പുരുഷനെ പോലെയാണ് വളർന്നത്. പക്ഷേ പിന്നീട് ഒരിക്കൽ വനത്തിലേക്ക് യാത്രയാവുകയും അവിടെ നിന്ന് അനുഗ്രഹം ലഭിക്കുകയും ചെയ്തിട്ട് ശരിക്കും ഒരു സ്ത്രീയായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഭീഷ്മർ അവനെ ആ ശിഖണ്ഡിയായിട്ട് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അത് ശിഖണ്ഡിനി എന്ന് തന്നെയാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ മുന്നിൽ താൻ ഒരിക്കലും തൻ്റെ ആയുധം ഉയർത്തില്ല എന്നുള്ള ഭീഷ്മരുടെ ശപഥം നിമിത്തം ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹൻ്റെ നേരെ അമ്പുകൾ എയ്തത്. അതുകൊണ്ട് ഒരു സ്ത്രീ മുന്നിൽ നിന്നതുകൊണ്ട് ആ സ്ത്രീയെ ഒരിക്കലും ആയുധം ഉപയോഗിക്കാത്തത് കൊണ്ട് ഭീഷ്മരെ ശരശയ്യയിലേക്ക് എത്തിക്കാൻ അർജുനന് സാധിച്ചു. അപ്പം അങ്ങനെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ, കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞു, യുധിഷ്ഠിരൻ രാജാവായി വാണു. അപ്പം അങ്ങനെയുള്ള സമയത്ത് പക്ഷേ യുധിഷ്ഠിരന് വളരെ സങ്കടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ കൊന്നൊടുക്കിയത് മുഴുവൻ തൻ്റെ ബന്ധുക്കളെയായിരുന്നു, സഹോദരന്മാരെയായിരുന്നു, എല്ലാം ഒരു കാരണവന്മാരെ. താൻ അത്രയും വലിയ പാപമാണ് ചെയ്തതെന്നും തനിക്ക് ഈ രാജ്യം ഭരിക്കാൻ താൻ പ്രാപ്തനാണോ എന്നുള്ള സങ്കടം യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ വളരെ വേദനയോടെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ തന്നെ ഭഗവാനോട് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഉപദേശം തരാൻ പറ്റിയ ഒരാളുണ്ട്, നമുക്ക് ഭീഷ്മരെ പോയി കാണാമെന്ന് പറയാം. അപ്പം കേട്ടപ്പം യുധിഷ്ഠിരന് വളരെ പേടി തോന്നി. കാരണം താൻ ഇത്രയും ക്രൂരത ചെയ്തിട്ട് എങ്ങനെ താൻ പിതാമഹൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു? അപ്പം പറയും, അതൊന്നും സാരമില്ല, ഇത് ധർമ്മയുദ്ധമാണ്, ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഭീഷ്മർക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ചപാണ്ഡവരെയും ഭഗവാന്റെ തേരാളിയായ സാത്വികിയും കൂട്ടിയിട്ട് ഭീഷ്മ പിതാമഹൻ്റെ അടുത്തെത്തപ്പം നമ്മുടെ നാരദരും വരും. മൂലഭാരതത്തിലെ പഞ്ചപാണ്ഡവരും സാത്വികിയും കൃഷ്ണനും നാരദരും മാത്രമാണ് ഭീഷ്മസ്തുതി കേട്ടത്, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേട്ടത് എന്നാണ് പറയുന്നതെങ്കിലും പിന്നീട് അവിടെ ദ്രൗപദി കൂടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഭീഷ്മ പിതാമഹൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ അത്രയും ഒരു 6 മാസക്കാലം ഉത്തരായനവും കാത്തു കിടന്നിരുന്ന ആ ഭീഷ്മരുടെ ശരീരത്തിൽ നിന്ന് ജലവും ചോരയും ഒക്കെ അത്രയും വേദന സഹിച്ചുകൊണ്ട് കിടക്കുന്ന കണ്ടപ്പം ഭീഷ്മരെ കണ്ടപ്പോൾ ഈ പഞ്ചപാണ്ഡവർക്ക് വളരെ സങ്കടം തോന്നി. അവരുടെ അത്രയും വേദനാ ജനകമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇതൊക്കെ മറികടക്കാനുള്ള മനഃശക്തിയോടെ കിടന്നപ്പോൾ ഭീഷ്മരോട് പറയും, ഭഗവാൻ നിങ്ങൾ യുധിഷ്ഠിരനെ രാജ്യം ഭരിക്കാനുള്ള ഉപദേശം നമുക്ക് കൊടുക്കണം. അപ്പം ഭീഷ്മർ പറയും, അത് കൊടുക്കാൻ ഞാൻ എങ്ങനെയാണ് കൊടുക്കുക ഭഗവാനെ, ഭഗവാന് തന്നെ കൊടുത്താൽ പോരേന്ന്. അപ്പം ഭഗവാൻ പറയും, ഇല്ല, ഭീഷ്മർ തന്നെ അത് ചെയ്യണം, ഭീഷ്മർക്കാണ് അതിനുള്ള യോഗ്യത. ഭഗവാന്റെ ഒരു കാര്യം നോക്ക്, ഭഗവാൻ എല്ലാം അറിയുന്നതാ, ഭഗവാൻ എന്തേ കൊടുത്തൂടെ? ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ വിഷ്ണു സഹസ്രനാമവും ഭീഷ്മസ്തുതിയും നിലനിൽക്കും. അപ്പം ആരാണ് ഇത് കൊടുത്തത് എന്നുള്ള പേര് എന്നും, ഭീഷ്മരുടെ പേര് എന്നും ഈ ലോകത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓരോരുത്തരും അറിയാൻ വേണ്ടിയിട്ട് ഭീഷ്മരുടെ പേര് അത്രയും ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഭഗവാൻ തന്നെ ഭീഷ്മരെ കൊണ്ടത് പറയിപ്പിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു കാര്യം വരുന്ന സമയത്ത് ദ്രൗപദി വളരെ ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി ഭീഷ്മരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങേക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? കാരണം എൻ്റെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ആ സദസ്സിൽ വെച്ച് അങ്ങ് അരുത് എന്നൊരു വാക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഭീഷ്മർ പറയും, അന്ന് ഞാൻ കഴിച്ചത് കൗരവർ തന്ന ഭക്ഷണമായിരുന്നു, ആ ദുര്യോധനൻ്റെ ഭക്ഷണമായിരുന്നു കഴിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരവും മനസ്സും അത്രത്തോളം മലീമസമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് തടയാൻ പറ്റാതിരുന്നത്. ഇത് നമുക്ക് കൂടെയുള്ളൊരു പാഠമാണ്. നമ്മൾ എന്തിനോടാണോ ചേർന്നിരിക്കുന്നത് അതായി നമ്മൾ മാറും. നമ്മൾ മോശമായ കാര്യങ്ങളോടും മോശം കൂട്ടുകെട്ടുകളോടും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും അതേപോലെയുള്ള ഊർജപ്രവാഹങ്ങളാണ് ഉണ്ടാവുക. ഇതൊക്കെ തന്നെ ഊർജങ്ങളാണ്. മന്ത്രം പോലും, സംസാരം പോലും എല്ലാം ഊർജമാണ്. ആ ഭഗവാൻ, ശരിക്കും ആ സൂര്യഭഗവാൻ പോലും നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കാരണക്കാരനായ സൂര്യൻ നമുക്ക് എന്താണ് തരുന്നത്? ഊർജമാണ് തരുന്നത്. നമ്മുടെ ഓരോരുത്തർക്കും ചലിക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് തരുന്നത്? ആ ഊർജത്തിൽ നിന്നാണ്. അപ്പം അങ്ങനെ
ഭഗവാൻ ഭീഷ്മർ പറയും, എനിക്ക് അതുകൊണ്ട് തന്നെ നിൻ്റെ വസ്ത്രാക്ഷേപ സമയത്ത് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതായി. കാരണം അതായിരുന്നു അന്ന് ഭീഷ്മരുടെ ധർമ്മം. കാരണം രാജാവ് എന്ന് പറയുന്നു അതനുസരിക്കുക എന്നതായിരുന്നു ഭീഷ്മരുടെ ധർമ്മം. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെ വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കും ഈ ലോകത്തിന് മുഴുവൻ. ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടും. അങ്ങനെ ഉത്തരായനം കഴിയുന്ന കാലമാകുമ്പോഴേക്ക് ഭീഷ്മരെ ഭഗവാൻ ദ്യോവ് ആയി തന്നെ, അഷ്ടവസുവായി തന്നെ അങ്ങ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ ശരിക്കും നമുക്ക് ഓരോ കഥകൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഓരോ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊക്കെ ഗുണപാഠങ്ങളാണ്. നമുക്ക് ഈ സംസാര സാഗരത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, നല്ലതായി ജീവിക്കാനും ധർമ്മത്തോടും സത്യത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഉപദേശങ്ങളാണ് ഓരോ കഥകളിലൂടെ പറയുന്നത്. അപ്പം എന്തിനാണ് കഥകൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കഥകൾ കേൾക്കുമ്പോഴാണ് രസകരമായിട്ട് അതിലേക്ക് എത്താൻ സാധിക്കുക. അല്ല എങ്കിൽ നമ്മളെങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ കഥകളല്ല കേൾക്കുന്നതെങ്കിൽ നമുക്ക് വെറും ഉപദേശമാകുമ്പോൾ നമുക്ക് വല്ലാതെ മടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ ആ ഭീഷ്മപിതാമഹൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.